ഹായ്, ഞാനിന്ന് ഗുരുവായൂർ പോകണം കേട്ടോ. അപ്പം നമ്മൾ ട്രെയിനാണ് കേട്ടോ പോകുന്നത്. ഞാനാണെങ്കിൽ ഗുരുവായൂർ എക്സ്പ്രസ് ആണ് കേട്ടോ ബുക്ക് ചെയ്തേക്കുന്നത് ട്രെയിൻ ടിക്കറ്റ്. ഗുരുവായൂർ എക്സ്പ്രസ് 7:45 കൊല്ലത്തെത്തും കേട്ടോ. നമ്മുടെ ഈ ഗുരുവായൂർ എക്സ്പ്രസ്സിന് മുമ്പ് 6:30 ആകുമ്പോൾ ഇൻ്റർസിറ്റി ഉണ്ട് കേട്ടോ, ഗുരുവായൂർ ഇൻ്റർസിറ്റി. പക്ഷെ അതിനാണെങ്കിൽ നമ്മൾ നോക്കിയപ്പോഴത്തേക്കാണെങ്കിൽ അതിന് സ്ലീപ്പർ ഇല്ല കേട്ടോ. അപ്പം നമ്മൾ ഒന്ന് കിടന്നൊക്കെ പോകാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഗുരുവായൂർ എക്സ്പ്രസ്സിൽ സ്ലീപ്പർ ക്ലാസ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഗുരുവായൂർ എക്സ്പ്രസ് 2:45 ആകുമ്പോൾ ഗുരുവായൂരിലും. നമ്മൾ തിരിച്ചും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് രാത്രി 11:15 ചെന്നൈ എഗ്മോർ. അങ്ങനെ ഞങ്ങൾ 2:30 ആയപ്പം ഗുരുവായൂർ എത്തി കേട്ടോ. എന്നിട്ട് നമ്മൾ കുടുംബശ്രീയുടെ നമുക്ക് ജസ്റ്റ് ഫ്രഷ് ആവാനുള്ളൊക്കെ ഒരു അവിടെ കയറി ഫ്രഷ് ആയിട്ട് നമ്മൾ ക്യൂ നിന്ന് കേട്ടോ. 6.5 മണിക്കൂർ നമ്മൾ ക്യൂ നിന്ന്. ഞങ്ങൾ മിക്കുള്ള മാസം ഗുരുവായൂർ വരും കേട്ടോ. അടുത്തതായിട്ട് നമ്മളിതാ മരപ്രഭുവിൻ്റെ അടുത്തോട്ട് വന്നേക്കുവാണ് കേട്ടോ. മരപ്രഭു ലോകത്തിലെ ഏറ്റവും വലിയ കളിമൺ ശില്പമാണ്. ഇത് 108 പച്ചമരുന്നുകളും കൊണ്ടാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് പൂജകളോ വഴിപാടുകളോ ഒന്നുമില്ല കേട്ടോ. 1995 ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് മരപ്രഭുവിൻ്റെ അടുത്ത് തന്നെ ഒരു ഗുരുവായൂരപ്പൻ്റെ പ്രതിമയും പിന്നെ നമുക്ക് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഗുരുവായൂർ കേശവനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ സമയം ഉച്ചയായി കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ ആഹാരം കഴിക്കാൻ കയറുന്നത് പഴയടത്താണ് കേട്ടോ. പഴയടത്ത് നല്ല ഉഗ്രൻ സദ്യയാണ് കേട്ടോ. 170 രൂപയാണ് ഒരു ഊണിന് വില. 170 രൂപ കൊടുത്താലെന്താ, നല്ല ഉഗ്രൻ സദ്യ കിട്ടത്തില്ലേ. ഞാൻ ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ ആദ്യം ഞാൻ വഴിപാട് നടത്തുന്നതിൻ്റെ കൂട്ടത്തിൽ എഴുതിയതാണ് കേട്ടോ തൃമ്മധുരം. ഗുരുവായൂരിലെ തൃമ്മധുരം ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വൈകിട്ട് ദീപാരാധനയൊക്കെ കണ്ടു തൊഴുതു കേട്ടോ. പിന്നെ നമ്മൾ കിഴക്കേ നടയിലോട്ട് വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് റൂം വെക്കേറ്റ് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വിഷ്വലൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ പിന്നെ രാത്രി 11:15 ചെന്നൈ എഗ്മോറിനാണ് കേട്ടോ തിരിച്ചു വന്നത്. എനിക്ക് ഏറ്റവും മുകളിലത്തുള്ള ബർത്താണ് കേട്ടോ കിട്ടിയത്. അതുകൊണ്ട് ആരുടെയും ശല്യം ഇല്ലാതെ കിടന്ന് നല്ലോണം ഉറങ്ങാൻ പറ്റി. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.